ദൈവജനമേ, രക്ഷാകര ചരിത്രത്തിൽ അബ്രഹാത്തിൻ്റെ വിളി മുതൽ ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം വരെയുള്ള കാലം, യേശുവിൻ്റെ മനുഷ്യാവതാരം മുതൽ കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സ്വർഗാരോഹണം വരെയുള്ള കാലം, യേശു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച് കഴിഞ്ഞ് 2000 വർഷത്തെ പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം എന്നിങ്ങനെ വിവിധ കാലങ്ങളായി വേദപുസ്തകത്തിൽ തിരിച്ചിരിക്കുന്നു. വ്യക്തികളെയും കുടുംബങ്ങളെയും ക്രിസ്തീയ സമൂഹങ്ങളെയും സാർവത്രിക സഭയെയും പരിശുദ്ധാത്മാവ് ഉപദേശിച്ച് വഴി നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ഇപ്പോൾ ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 കർത്താവ് ശിഷ്യന്മാരോടായി പറയുന്നു. ആ ശിഷ്യഗണങ്ങളുടെ തുടർ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടാവണം. പരിശുദ്ധാത്മാവായ ദൈവം പാപബോധവും നീതിബോധവും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യവും നൽകി വ്യക്തികളെ അനുഗ്രഹിക്കും എന്നും യോഹന്നാൻ 16:7-8 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. യേശു ശിഷ്യരോട് അരുളി ചെയ്തു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കുമെന്ന്. നാം പാലിക്കുന്നില്ലെങ്കിൽ കർത്താവായ യേശുവിനെ നാം സ്നേഹിക്കുന്നില്ല. നമ്മൾക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ അവസാന തുള്ളി രക്തം വരെ ചിന്തിയ നമ്മുടെ കർത്താവിനെ, നമുക്ക് വേണ്ടി പാപത്തിൻ്റെ മേൽ വിജയം നേടിയ നമ്മുടെ കർത്താവിനെ നാം സ്നേഹിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് നാം വരണം. സഹോദര സഹോദരി, എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരും എന്ന യോഹന്നാൻ 14 15-16 വാക്യങ്ങളിൽ പറയുന്നത് കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് കർത്താവ് നടപ്പിലാക്കി തന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ മാമോദീസ സ്വീകരിച്ചത് മുതൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. നമ്മളായിട്ട് നമ്മുടെ പാപം വഴിയായി, പശ്ചാത്തപിക്കാത്ത പാപം വഴിയായി ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മൾ ഒരു മങ്ങിയ ഫ്ലെയിമായിട്ട് മാത്രം നിലനിർത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാതെ പോകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല. നാമായി അതിൻ്റെ വെളിച്ചം, അതിൻ്റെ തീനാളങ്ങൾ വളരെ മങ്ങിയ അവസ്ഥയിൽ നിലനിർത്തുന്നു നമ്മളുടെ പാപങ്ങൾ കൊണ്ട്. ദൈവജനമേ, നമുക്ക് നമ്മുടെ പാപ വഴികൾ ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ, അവിടുത്തെ ദാനങ്ങളും ഫലങ്ങളും എന്നിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായി.